നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച്. അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദ സൊല്യൂഷൻ ദാറ്റ് ഒബൈ റാവുൾസ് ലോ, അല്ലേ? ഏതൊരു കോൺസെൻട്രേഷനിലും റാവുൾസ് ലോ ഒബേ ചെയ്യുന്ന തരത്തിലുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്? അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ദാറ്റ് ഡസ് നോട്ട് ഒബേ റാവുൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ എന്താണ്, റാവുൾസ് ലോയെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിന്, ഏതൊരു കോൺസെൻട്രേഷനിലും റാവുൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാം. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടും രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? ദ നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് ദ നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ, എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ? അപ്പോൾ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ എന്താണ്, വേപ്പർ പ്രഷർ ഓഫ് സച്ച് സൊല്യൂഷൻസ് എന്താണ്, ഒന്നുകിൽ ഹയർ അല്ലെങ്കിൽ ലോവർ ദാൻ ദാറ്റ് പ്രെഡിക്റ്റഡ് ബൈ റാവുൾസ് ലോ, അല്ലേ? ഒന്നുകിൽ നമ്മൾ റാവുൾസ് ലോ ഉപയോഗിച്ച് പറഞ്ഞ വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കുറവായിരിക്കാം. എന്തായിരുന്നു നമ്മൾ റാവുൾസ് ലോ ഉപയോഗിച്ച് പറഞ്ഞ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, അല്ലേ? അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ PA ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു ഷൈ എ, അല്ലെങ്കിൽ P0A ഇൻറ്റു കൈ എ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇതാണ് നമ്മൾ റാവുൾസ് ലോ ഉപയോഗിച്ച് പറഞ്ഞ ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ PB ഈസ് ഈക്വൽ ടു P0B ഇൻറ്റു കൈ ബി, അല്ലേ? അതുപോലെ P ടോട്ടൽ ഈസ് ഈക്വൽ ടു PA പ്ലസ് PB. ഇതൊക്കെയാണ് നമ്മൾ റാവുൾസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ പറഞ്ഞ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഐഡിയലിലേക്ക് വരുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ വേപ്പർ പ്രഷർ ഒന്നുകിൽ റാവുൾസ് ലോ ഉപയോഗിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ കുറവാകാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഈ പ്രഷർ PA എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ P0A ഇൻറ്റു കൈ എ ആണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, PA ഈസ് ലെസ് ദാൻ P0A ഇൻറ്റു കൈ എ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഒന്നുകിൽ നമുക്ക് PBനെ എന്താണ്, PB ഗ്രേറ്റർ ദാൻ P0B കൈ ബി എന്ന് പറയാം, അല്ലെങ്കിൽ PB ലെസ് ദാൻ P0B കൈ ബി എന്ന് പറയാം. അതുമല്ലെങ്കിൽ നമുക്ക് P ടോട്ടലിന് എന്താണ്, P ടോട്ടൽ ഗ്രേറ്റർ ദാൻ PA പ്ലസ് PB എന്ന് പറയാം, അല്ലെങ്കിൽ P ടോട്ടൽ ലെസ് ദാൻ PA പ്ലസ് PB എന്നും പറയാം. ഇനി ഇത് എവിടെയൊക്കെയാണ് പറയുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയും. അപ്പോൾ എന്തായിരിക്കും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവ, അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാവോ? നോക്കിയടാ, നമുക്ക് A എന്ന് പറയുന്ന ഒരു സോൾവെന്റ് ആണ്, B എന്ന് പറയുന്ന ഒരു സൊല്യൂട്ടാണ്. ഇനി ഈ സോൾവെന്റിനെയും സൊല്യൂട്ടിനെയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. എൻ്റെ സൊല്യൂഷനാണ് AB എന്ന് പറയുന്നത്. ഇതാണ് A എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റ് ആണ്, B അവിടുത്തെ പ്യുവർ സൊല്യൂട്ടാണ്, AB എന്ന് പറഞ്ഞാൽ എൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഈ Aയും Bയും തമ്മിൽ ചേർന്നുണ്ടായ AB എന്ന് പറയുന്ന സൊല്യൂഷനകത്തെ ഇൻട്രാക്ഷൻസിൻ്റെ ബേസിലാണ് എന്താണ്, അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ കാണിക്കുന്നുള്ള കാര്യം പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മളൊരു ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞ കേസിൽ എന്താണ്, അവിടുത്തെ സോൾവെന്റ് ഇൻ്ററാക്ഷൻ, അതായത് AA ഇൻ്ററാക്ഷൻ, അതുപോലെ സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ, BB ഇൻ്ററാക്ഷൻ, അതുപോലെ AB ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ സോൾവെന്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ, ഇവയെല്ലാം എന്താണ്, ഈക്വൽ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് എന്താണ്, ഒരു ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ സോൾവെന്റ് ഇൻ്ററാക്ഷനും സൊല്യൂട്ട് ഇൻ്ററാക്ഷനും സൊല്യൂട്ട് ഇൻ്ററാക്ഷനും ഈക്വൽ ആയിരുന്നു. ഇനി ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോവിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മിക്സ് ചെയ്ത സോൾവെന്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ AA ഇൻ്ററാക്ഷനേക്കാളും BB ഇൻ്ററാക്ഷനേക്കാളും വീക്കറാണ്. എന്താണ്, AB ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ സോൾവെന്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ AA ആൻഡ് BB ആണ്. ആലോചിക്കുക, പോസിറ്റീവ് ഡീവിയേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്.
വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് അല്ലെ. വേപ്പർ പ്രഷർ റിലേറ്റ് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ AB ഇന്ററാക്ഷൻ വീക്കർ ആണെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഒരു സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ചേർന്നുണ്ടായ ഒരു ഇന്ററാക്ഷൻ ആണ്, അത് വീക്കർ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് വേപ്പറായിട്ട് പെട്ടെന്ന് പോവോ അതോ പതുക്കെ പോകത്തുള്ളൂ? ആലോചിച്ച് നോക്കിക്കടാ. ആ ഇന്ററാക്ഷൻ കുറവാണെങ്കിൽ അവരവിടെ നിൽക്കുവോ? അവർ എത്രയും വേഗം വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകാനല്ലേ നോക്കത്തുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്? അവർക്ക് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും ആണല്ലോ. അതായത് എന്താ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സൊല്യൂഷൻ അല്ലെ, ദ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ഇൻ കേസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലോ, AB interactions are weaker than those between AA and BB. ഇനി നമ്മൾ ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ കേസിൽ പറയുമ്പോഴോ, the intermolecular attractive force between the solute solvent molecules are weaker than those of solute solute and solvent solvent molecule. ഇനി അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് തന്നെ അവർ ഈസി ആയിട്ട് വേപ്പർ ഫേസിലേക്ക് പോകും, അവർക്ക് വേപ്പർ പ്രഷർ കൂടുതലാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ദിസ് മീൻസ് സച്ച് സൊല്യൂഷൻസ് മോളിക്യൂൾസ് ഓഫ് A will find easier to escape than in pure state. കണ്ടോ? ഇൻ പ്യൂർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ദേ നോക്കിക്കേ, ഞാൻ പറഞ്ഞു സോൾവെന്റിനെക്കാളും സൊല്യൂട്ടിനെക്കാളും ഇവ തമ്മിൽ ചേർന്നുണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ വളരെ വീക്ക് ആയതുകൊണ്ടാണ് അവ എളുപ്പത്തിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇവര് ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എന്താണ്? ഇവർ വേപ്പർ ഫേസിലേക്ക് പോകും. അതെന്തായിരിക്കും? അത് ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടാണോ സ്ലോ ആയിട്ടാണോ? സ്ലോ ആയിട്ടായിരിക്കും അല്ലേ. അതായത് ഈ AB ഇന്ററാക്ഷൻസ് ആണ് വീക്ക്, അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് വേപ്പർ ഫേസിലേക്ക് പോകും ദാൻ എന്താണ്? പ്യൂർ സ്റ്റേറ്റ്. പ്യൂർ സ്റ്റേറ്റിനെക്കാളും. മനസ്സിലായോ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരത്തിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് ഉദാഹരണങ്ങളാണ് എന്താണ്? മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഈ പറഞ്ഞ പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ഒക്കെ കാണിക്കുന്ന ആൾക്കാരുടെ ഉദാഹരണങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഓർത്ത് വെക്കുക, പഠിച്ചു വെച്ചിരിക്കുക, തെറ്റിപ്പോകരുത്. എത്തനോൾ ആൻഡ് അസറ്റോൺ ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവോൾസ് ലോ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് സൊല്യൂഷൻസ് ഓഫ് കാർബൺ ഡൈ സൾഫൈഡ് ആൻഡ് അസറ്റോൺ. കാർബൺ ഡൈ സൾഫൈഡും അസറ്റോണും. അപ്പോൾ ആലോചിക്കുക എന്താണ്? എത്തനോൾ ആൻഡ് അസറ്റോൺ, അതുപോലെ കാർബൺ ഡൈ സൾഫൈഡ് ആൻഡ് അസറ്റോൺ. രണ്ട് സ്ഥലത്തും അസറ്റോണോട് ആലോചിക്കാം. ഇനി നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കിയിടാം. നമ്മൾ ഒരു ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ അവരുടെ ഗ്രാഫിനെ പറ്റി പറഞ്ഞായിരുന്നു. ഐഡിയൽ സൊല്യൂഷന്റെ കേസിലാണെങ്കിൽ എന്താണ്? ഫസ്റ്റത്തെ ഫിഗർ കണ്ടോ? ഇതിലെ ഗ്രാഫ് എന്താണ്? ഇവിടെ നമ്മൾ എക്സ് ആക്സിൽ മോൾ ഫ്രാക്ഷനും വൈ ആക്സിൽ വേപ്പർ പ്രഷറും തമ്മിൽ പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരച്ചു. അപ്പോൾ ദേ നമുക്ക് കിട്ടുന്ന പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു അല്ലെ. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടിയത്. ഇനി പോസിറ്റീവ് ഡീവിയേഷനിലേക്ക് വരുമ്പോൾ എന്താ പറഞ്ഞത്? പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലാണ് അല്ലെ. വേപ്പർ പ്രഷർ കൂടുതലാണ്. അപ്പൊ ദേ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് കണ്ടോ? പി ടോട്ടലിനെക്കാളും കൂടുതലാണ്. അതുപോലെ തന്നെ P1ന്റെ ഗ്രാഫ് നേരത്തെ P1ഉം P2വിനേക്കാളും കുറച്ചുകൂടി അപ്പർ ആയിട്ടാണ് കാണുന്നത്. P1ഉം P2. മനസ്സിലായോ? അപ്പൊ ഇതാണ് പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് ഉദാഹരണമാണ് എത്തനോൾ ആൻഡ് അസറ്റോൺ ആൻഡ് കാർബൺ ഡൈ സൾഫൈഡ് ആൻഡ് അസറ്റോൺ. ഇനി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ എത്തനോളും അസറ്റോണും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? നോക്കിയടാ, എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾസിൽ വരുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ എത്തനോൾ എന്ന് പറഞ്ഞാൽ C2H5OH ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അസറ്റോണിനെ വന്ന് ആഡ് ചെയ്യുകയാണ്. അസറ്റോൺ എന്താണ്? കീറ്റോണിൽ വരുന്ന ആളാണ്. CH3CO ആണ് അസറ്റോൺ. അപ്പോൾ ഈ പറഞ്ഞ ആൽക്കഹോളിലേക്ക് ഈ അസറ്റോണിനെ ആഡ് ചെയ്യുമ്പോൾ ആ ആൽക്കഹോളിനകത്ത് OH ബോണ്ട് ഇല്ലേടാ? OH ഇല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഈ പറഞ്ഞ കീറ്റോണിക് ഗ്രൂപ്പായ അസറ്റോണിനെ ആൽക്കഹോളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെയുള്ള ആൽക്കഹോളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ്? എളുപ്പത്തിൽ വേപ്പർ ഫേസിലേക്ക് പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? അതായത് അവിടെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവയ്ക്കിടയ്ക്ക് പിന്നെ ഹൈഡ്രജൻ ബോണ്ടൊക്കെ പോയിട്ട് വീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസേ വരത്തുള്ളൂ, വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സേ വരത്തുള്ളൂ അല്ലെ. വീക്ക് ഫോഴ്സ് ആണെങ്കിൽ എന്താണ്? എളുപ്പത്തിൽ വേപ്പർ ഫേസിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ നോക്കിക്കേ, അതാണ് പറഞ്ഞേക്കുന്നത്. ഇൻ പ്യൂർ എഥനോൾ molecules are hydrogen bonded. On adding acetone, the molecule get in between the host molecule and break the hydrogen bond. Due to the weakening of interaction, it show positive deviation from Raoult's law. Clear ആയോ? ഇനി അന്ന് ഐഡിയൽ സൊല്യൂഷന്റെ കേസ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചോ.
അവിടെ ഡെൽറ്റ എച്ച് മിക്സ് അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സ് ഈ രണ്ട് ടേംസ് ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതായത് എന്താണ്, ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സും 0 ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വോളിയം ചേഞ്ചും 0 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ ഈ ഡെൽറ്റ എച്ച് മിക്സിന്റെ വാല്യൂവും ഡെൽറ്റ വി മിക്സിന്റെ വാല്യൂവും എന്താണ്, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആണ്. അപ്പൊ നോക്കിയടാ, ഈ പറഞ്ഞ എന്താണ്, എത്തനോളിനകത്തേക്ക് അസറ്റോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് അല്ലേ. അപ്പൊ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ അവിടെ ബ്രേക്ക് ചെയ്യണ്ടേ? അങ്ങനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒത്തിരി എനർജി അങ്ങോട്ട് അബ്സോർബ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ആ എനർജി അങ്ങോട്ട് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എച്ച് മിക്സ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. എവിടെ? പോസിറ്റീവ് മിക്സിന്റെ കേസിൽ. മനസ്സിലായോ? ഡെൽറ്റ എച്ച് മിക്സ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. ഇനി ഈ പറഞ്ഞതുപോലെ ഈ ടെമ്പറേച്ചറിനെ എന്താണ് സ്വീകരിക്കും അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ സ്വീകരിച്ചുകൊണ്ടാണ് ആ ഹൈഡ്രജൻ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ എവിടെ നിന്നാണ് എടുക്കുന്നേ? ആ കണ്ടെയ്നറിൽ നിന്ന് തന്നെയല്ലേ എടുക്കുന്നത് അല്ലേ. ആ കണ്ടെയ്നറിനകത്ത് സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന സൊല്യൂഷൻ ആണുള്ളത്. അപ്പോൾ ആ കണ്ടെയ്നറിൽ നിന്ന് തന്നെ ആ ടെമ്പറേച്ചറിനെ സ്വീകരിച്ചുകൊണ്ട് ആ ബോണ്ട് ബ്രേക്ക് ആവുന്നു. അതുപോലെ തന്നെ അത് വേപ്പർ ഫേസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവിടുത്തെ വേപ്പർ പ്രഷർ കൂടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടെയ്നർ കൂളായിട്ടിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു കോൾഡ് ഫീലിംഗ് അതിൽ ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് എന്ത്, ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് എന്ത്, പോസിറ്റീവ് ഡീവിയേഷൻ. മനസ്സിലായോ? അതുപോലെ തന്നെ ഡെൽറ്റ വി മിക്സിന്റെ കാര്യം നോക്കാം. ഡെൽറ്റ വി മിക്സിന്റെ കാര്യവും നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ ആയതപ്പോൾ ഞാൻ പറഞ്ഞു ഡെൽറ്റ വി മിക്സ് എന്താണ്, 0 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരിലേക്ക് വരുമ്പോഴോ എന്താ സംഭവിക്കുക? നമുക്കറിയാം ഇന്ററാക്ഷൻസ് വളരെ കുറവാണ്. അവിടെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അവർ റിലീസായി, അവർക്ക് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ വോളിയം അല്ലെ, വോളിയം കൂടത്തില്ലേ. ഗേഷ്യസ് ഫേസിലേക്ക് പോകുമ്പോൾ എപ്പോഴും എന്താണ്, വോളിയം കൂടും അല്ലെങ്കിൽ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ വോളിയം കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ഡെൽറ്റ വി മിക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. എവിടെ? പോസിറ്റീവ് ഡീവിയേഷന്റെ കേസിൽ. അപ്പൊ ക്ലിയർ ആയോ? അപ്പോൾ എത്തനോളും അസറ്റോണും എന്താണ്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ലിക്വിഡ്സിന് ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് കാർബൺ ഡൈ സൾഫൈഡും അതുപോലെ തന്നെ അസറ്റോണും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ സൾഫൈഡിന്റെയും അതുപോലെ അസറ്റോണിന്റെ കേസ് വരുമ്പോഴും എന്താ, അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡൈപോളാർ ഇന്ററാക്ഷൻസ് വരും അല്ലെ. ആ ഡൈപോളാർ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൊല്യൂട്ട് ഇന്ററാക്ഷനെക്കാളും സോൾവെന്റ് ഇന്ററാക്ഷനെക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, എളുപ്പത്തിന് വേപ്പർ ഫേസിലേക്ക് പോകും അല്ലെങ്കിൽ വേപ്പർ പ്രഷർ അവിടെ കൂടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവയ്ക്ക് ഉദാഹരണങ്ങൾ മനസ്സിലായോ? ആരൊക്കെയായിരുന്നു? കാർബൺ ഡൈ സൾഫൈഡും അതുപോലെ തന്നെ അസറ്റോണും പിന്നീട് എത്തനോളും അസറ്റോണും. തിരിഞ്ഞു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. അതുപോലെ അവരുടെ ഗ്രാഫും ആലോചിച്ച് വെച്ചിരിക്കാം. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാം. എന്താണ്, ഡെൽറ്റ എച്ച് മിക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞു. അതുപോലെ ഡെൽറ്റ വി മിക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ, പി എ അല്ലെ, പി എ ഗ്രേറ്റർ ദാൻ P0 A ഇൻറ്റു കൈ എ, പി ബി ഗ്രേറ്റർ ദാൻ P0 B ഇൻറ്റു കൈ ബി, പി ടോട്ടൽ ഗ്രേറ്റർ ദാൻ പി എ പ്ലസ് പി ബി. ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0. ഈ 5 ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ 5 എക്സ്പ്രഷൻസ് പഠിച്ചു വെച്ചിരിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ദ നോൺ ഐഡിയൽ സൊല്യൂഷൻ ദാറ്റ് ഷോ നെഗറ്റീവ് ഡീവിയേഷൻ അല്ലേ. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ എന്തായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിക്കുക. നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് ഒരെണ്ണം പഠിക്കുക, അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം അടുത്ത പഠിക്കാൻ. എല്ലാം കൂടി പഠിച്ച് വെറുതെ തിരിഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ ആലോചിക്കുക, പോസിറ്റീവ് ഡീവിയേഷൻ ആയിരുന്നപ്പോൾ എന്തായിരുന്നു? നമുക്ക് ഒരു സൊല്യൂട്ടും ഉണ്ടായിരുന്നു, സോൾവെന്റും ഉണ്ടായിരുന്നു. ഇവ തമ്മിൽ ചേർന്നുണ്ടായ സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ചേർന്നുണ്ടാകുമ്പോൾ ഉള്ള ഇന്ററാക്ഷൻസ് അല്ലേ. ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വീക്കർ ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിന് അവ വേപ്പർ ഫേസിലേക്ക് പോകുന്നു, അവിടെ വേപ്പർ പ്രഷർ കൂടുന്നു. അങ്ങനെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് ഇന്ററാക്ഷനും സോൾവെന്റ് ഇന്ററാക്ഷനും ഉണ്ട്, നമ്മുടെ സോൾവെന്റ് ഇന്ററാക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ എന്താണ്, സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ എന്താണ്, സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്.
പറഞ്ഞൂടെ? അല്ലെങ്കിൽ AB interactions are stronger than AA and BB interactions എന്ന് പറയാം. അങ്ങനെ സ്ട്രോങ്ങർ ആവുമ്പോൾ എന്ത് സംഭവിക്കും? സ്ട്രോങ്ങർ ആവുമ്പോൾ നമ്മുടെ സൊല്യൂഷനകത്ത് അവർ ടൈറ്റ് ആയിട്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ കൂടി നല്ല രീതിയിൽ ബോണ്ട് ചെയ്ത് കാണപ്പെടും. പിന്നെ വേപ്പർ ഫേസിലേക്ക് പോകുന്നതിന്റെ അളവ് കുറവായിരിക്കും, വേപ്പർ പ്രഷർ കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? ദേ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാഫാണ് ദേ ഈ പച്ച ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നത് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫാണ്. നോൺ ഐഡിയൽ ഷോവിങ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഈ വയലറ്റ് കളർ വെച്ചിട്ട് കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ ദേ പ്രഷർ കണ്ടോ, ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഇവിടെ എന്താണ് P1 ഉം P2 ഉം അതുപോലെ തന്നെ കുറവായിരിക്കും. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് എന്തെഴുതാം? നേരത്തെ പറഞ്ഞതുപോലെ PA എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ P0A ഇൻറ്റു കൈ ആണെന്ന് പറയാം അല്ലേ? അതുപോലെ PB എന്താണ്? ലെസ് ദാൻ P0B ഇൻറ്റു കൈ ബി ആണെന്ന് പറയാം. പിന്നെ P ടോട്ടലിൻ്റെ കേസ് പറയുമ്പോൾ P ടോട്ടൽ ലെസ് ദാൻ PA പ്ലസ് PB ആണെന്നും പറയാം. ഇതാണ് എന്ത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോവിങ് നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫിൽ നിന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ? ഇനി ഇത്തരത്തിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് ഉദാഹരണങ്ങളാണ് എന്ത്? ഫിനോൾ ആൻഡ് അനിലീൻ മിക്സർ. ഇതാണ് മിക്സർ ഓഫ് ഫിനോൾ ആൻഡ് അനിലീൻ. അപ്പൊ ഫിനോൾ എന്തായിരുന്നു? ഫിനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് OH ഗ്രൂപ്പ് വരുന്നതാണ്. അനിലീൻ ആണെങ്കിലോ ബെൻസീൻ റിങ്ങിനകത്ത് NH2 ഗ്രൂപ്പ് വരുന്നതാണ് അല്ലേ? അപ്പൊ ഈ ഫിനോളും അനിലിനും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയടാ, ഫിനോൾ എന്ന് പറഞ്ഞാൽ എന്താ? C6H5OH ആണ്. അതുപോലെ തന്നെ അനിലീൻ ആണെങ്കിലോ C6H5NH2 ആണ്. അപ്പോൾ ഇവയെ തങ്ങളിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ നൈട്രജൻ കണ്ടോടാ, നൈട്രജനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഫിനോളിനകത്ത് ഒരു OH ബോണ്ടും ഉണ്ട്, നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ നൈട്രജനെക്കാളും കുറച്ചുകൂടി ഇലക്ട്രോ നെഗറ്റീവാണ് ആര്? നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ നൈട്രജനിൽ നിന്ന് ആരിലേക്ക് വരുന്നു? നമ്മുടെ ഓക്സിജൻ അങ്ങ് അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു പുതിയ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഫോം ചെയ്യുന്ന പുതിയ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള ബോണ്ടിനേക്കാളും വളരെയധികം സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അവ തങ്ങളിൽ അങ്ങ് ചേരുകയും ചെയ്യും. അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ പിന്നെ വേപ്പർ ഫേസിലേക്ക് പോവോ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആയി അവർ ലിക്വിഡിലേക്ക് താഴത്തേക്ക് അടിഞ്ഞു കിടക്കും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? അവയുടെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോവിങ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ആരാണ്? ഫിനോൾ ആൻഡ് അനിലീൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഫിനോളും അനിലീനും തമ്മിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തെ അവിടെ നല്ല രീതിയിൽ എനർജിയെ പുറത്തേക്ക് വിടും. ആ എനർജി എന്ന് പറഞ്ഞാൽ അതായത് അവിടെ ഹീറ്റ് എനർജിയെ പുറത്തേക്ക് വിടും, നല്ല രീതിയിൽ ഹീറ്റ് എനർജിയെ പുറത്തേക്ക് വിടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ എടുക്കുന്ന കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോട്ട് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് പറയാം എന്താണ്? എനർജിയെ പുറത്തേക്ക് വിട്ടില്ലേ? ΔH മിക്സ് എന്തായിരിക്കും? ΔH മിക്സ് എനർജി പുറത്തേക്ക് പോയി. ΔH മിക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും അല്ലേ? ΔH മിക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. എവിടെ? നെഗറ്റീവ് ഡീവിയേഷന്റെ കേസിൽ. എന്തുകൊണ്ടാണ്? അവിടെ എനർജി റിലീസ് ആവുന്നുണ്ട്. പോസിറ്റീവ് ഡീവിയേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? നേരത്തെ നമ്മൾ എത്തനോളും അസറ്റോണും പറഞ്ഞ സമയത്ത് എന്താ? അവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഫോം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തപ്പോൾ എനർജി അബ്സോർബ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? കണ്ടെയ്നർ കൂളായിട്ട് കാണപ്പെട്ടു അല്ലേ? അപ്പൊ ഇവിടെ ആണെങ്കിലോ, ഇവിടെ നമ്മൾ ഫിനോളും അനിലീനും തമ്മിൽ ചേർക്കുന്ന സമയത്ത് പുതിയ ബോണ്ട് വളരെയധികം സ്ട്രോങ്ങർ ആണ്. അങ്ങനെ സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുന്നു. ΔH മിക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആവുന്നു. അപ്പൊ എന്താണ്? കണ്ടെയ്നർ ചൂടാവുന്നു അല്ലേ? അപ്പോൾ എന്താണ്? നെഗറ്റീവ് ഡീവിയേഷന്റെ കേസിൽ ΔH മിക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. അതുപോലെ PAയുടെ വാല്യൂ ലെസ് ദാൻ P0A കൈ A ആണ്. PBയുടെ വാല്യൂ ലെസ് ദാൻ P0B കൈ B ആണ്. ΔH മിക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. P ടോട്ടൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ PA പ്ലസ് PB ആണ്. ഇനി എന്താ നമുക്ക് നോക്കേണ്ടേ? ഒരാളൂടെ ഉണ്ടല്ലോ, ΔV മിക്സ് അല്ലേ? ΔV മിക്സ് എന്തായിരിക്കും? നോക്കിയടാ, ഈ പറഞ്ഞതുപോലെ ഇവർ തങ്ങളിൽ ചേർന്നിട്ട് അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടായി. നമുക്ക് നമ്മുടെ കിട്ടിയ അതായത് പുതിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേപ്പർ ഫേസിലേക്ക് പോകുന്ന അളവ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ വോളിയം എങ്ങനെയായിരിക്കും? നേരത്തെ വേപ്പേഴ്സ് ആയിട്ട് പോകുമ്പോഴല്ലേ അവിടെ വോളിയം കൂടിയത് അല്ലേ? അപ്പോൾ ഇവിടെ വേപ്പർ ഫേസിലേക്ക് പോകുന്ന അളവ് കുറവായത് കൊണ്ട് തന്നെ എന്താണ്? അവിടുത്തെ വോളിയവും കുറവായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ΔV മിക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആയിരിക്കും. ΔV മിക്സ് ലെസ് ദാൻ 0. മനസ്സിലായോ?
അതുപോലെ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോവിങ് നെഗറ്റീവ് ഡീവിയേഷന്റെ മറ്റൊരു ഉദാഹരണമാണ് ആര്? ക്ലോറോഫോമും അസറ്റോണും. തിരിഞ്ഞു പോകരുത്, ഇവിടെയും ഒരു അസറ്റോൺ ഉണ്ട്. അസറ്റോൺ വന്നെന്ന് പറഞ്ഞ് പോസിറ്റീവ് ഡീവിയേഷൻ എഴുതി വെക്കരുത് കേട്ടോ. ക്ലോറോഫോമും അസറ്റോണും തമ്മിൽ ചേരുന്ന മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. ഇതിന്റെ ഫിഗർ കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ഇത് അസറ്റോൺ ആണ്, ഇത് ക്ലോറോഫോം ആണ്. ഇവിടെ ഈ ക്ലോറോഫോമും അസറ്റോണും തമ്മിൽ ചേരുന്ന സമയത്ത് ഈ പറഞ്ഞ CHCl3യിലെ ഹൈഡ്രജനും അതുപോലെ തന്നെ കീറ്റോണിനകത്തുള്ള ഓക്സിജനും ചേർന്ന് ഇവിടെ എന്തുണ്ടാവും? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും അല്ലേ? അങ്ങനെ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്ലോറോഫോമിനെക്കാളും അസറ്റോണിനെക്കാളും ഒക്കെ വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ആ ലിക്വിഡ് വളരെയധികം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു, അവരുടെ വേപ്പർ പ്രഷർ കുറയുന്നു, എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് എന്ത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. നമുക്ക് ഒന്നുകൂടി റീകളക്ട് ചെയ്യാം. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാർക്ക് ഉദാഹരണങ്ങൾ ആരൊക്കെയായിരുന്നു? എത്തനോൾ ആൻഡ് അസറ്റോൺ അല്ലെ. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ആരാണ്? കാർബൺ ഡൈ സൾഫൈഡ് ആൻഡ് അസറ്റോൺ. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുടെ ഉദാഹരണം ക്ലോറോഫോം ആൻഡ് അസറ്റോണും ഫിനോൾ ആൻഡ് അനിലീനും ആയിരുന്നു. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എന്താണ്? വേപ്പർ പ്രഷർ കൂടും അല്ലെ. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ വേപ്പർ പ്രഷർ കുറയും. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ AB ഇന്ററാക്ഷൻ എന്താണ്? വീക്കർ ദാൻ AA ആൻഡ് BB ആണ്. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ AB ഇന്ററാക്ഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ AA ആൻഡ് BB ആണ് അല്ലെ. ഇനി എന്താ? ഇനി PAയുടെ വാല്യൂ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ PA ഗ്രേറ്റർ ദാൻ P0A ചൈ A, PB ഗ്രേറ്റർ ദാൻ P0B ചൈ B, P ഗ്രേറ്റർ ദാൻ PA പ്ലസ് PB. അതുപോലെ ഡെൽറ്റ H മിക്സ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ V മിക്സ് ഗ്രേറ്റർ ദാൻ 0. നെഗറ്റീവ് ഡീവിയേഷനിലേക്ക് വരുമ്പോൾ P ലെസ് ദാൻ P0A ചൈ A, അതുപോലെ PB ലെസ് ദാൻ P0B ചൈ B, P ലെസ് ദാൻ PA പ്ലസ് PB, പിന്നീട് ഡെൽറ്റ H മിക്സ് ലെസ് ദാൻ 0 ആൻഡ് ഡെൽറ്റ V മിക്സ് ലെസ് ദാൻ 0. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കേസിൽ പഠിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്മുടെ എന്താണ് ഇന്നത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.